ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് എക്സസൈസിന്റെ സൊല്യൂഷനും ഇൻട്രൊഡക്ഷനും ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണേ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ്. ഇവിടെ നമുക്ക് സൊല്യൂഷൻ മാത്രമേ വേണ്ടൂ, വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. x/2 minus 1/5 equals to x/3 plus 1/4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വേരിയബിൾസ് ഉള്ള എല്ലാ ടേംസും ഒരു സൈഡിലോട്ട് എഴുതണം. ഇവിടെ നമുക്ക് x/2ഉം x/3ഉം ആണ് വേരിയബിൾസ് ഉള്ള ടേംസ്. അതെല്ലാം LHSലോട്ട് എഴുതാം. x/2 ഈ x/3 LHSലോട്ട് വരുമ്പോൾ മൈനസ് x/3 എന്നായി മാറും. ഈക്വൽസ് ടു 1/4 RHSലാണുള്ളത്. ഈ മൈനസ് 1/5 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 1/5 എന്നായി മാറും. ഇനി നമുക്ക് LHSലും RHSലും ഡിനോമിനേറ്റേഴ്സ് നോക്കാം. x/2ഉം x/3ഉം ആണുള്ളത് അല്ലേ. അപ്പോൾ 2ന്റെയും 3ന്റെയും LCM നോക്കാം. നമുക്ക് 2 × 3 is 6. ഈ രണ്ട് ടേമിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കണം. അതിനായിട്ട് നമുക്ക് x/2 എഴുതിയിട്ട് 2 6 ആവണമെങ്കിൽ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് x/3 3 6 ആവാനായിട്ട് ഇൻറ്റു 2 ചെയ്യണം. ഇവിടെയും അതുപോലെ തന്നെ ഇൻറ്റു 2. മനസ്സിലായല്ലോ. ഈക്വൽസ് ടു ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് 4ഉം 5ഉം ആണുള്ളത്. അപ്പോൾ 4 × 5 is 20. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 20 ആവണം. അപ്പോൾ 1/4 എഴുതി. 420 ആവാനായിട്ട് നമുക്ക് 4 × 5 ചെയ്താൽ മതി അല്ലേ. അതുപോലെ തന്നെ ന്യൂമറേറ്ററിലും 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പറായിട്ടാണോ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം നമ്പറായിട്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/5 520 ആവാനായിട്ട് ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ഇൻറ്റു 4 കൊടുത്തു. ഇനി നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. x × 3 3x by 2 × 3 is 6 minus x × 2 is 2x by 3 × 2 is 6 equals to 1 × 5 is 5 by 4 × 5 is 20 plus 1 × 4 is 4 by 5 × 4 is 20. നമുക്ക് LHSൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യാം. 3x - 2x is 1x അല്ലേ. അപ്പോൾ x എന്ന് എഴുതിയാൽ മതിയാലോ. x/ ഈ ഡിനോമിനേറ്റർ എഴുതണം 6 ഈക്വൽസ് ടു 5 + 4 is 9 9/20. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x × 20 20x equals to 9 × 6. 20x equals to 9 × 6 is 54. x equals to 54/20. നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 5ൽ 2 2 times 1 ബാലൻസ്. 14ൽ 2 7 times. 2ൽ 2 1 time ഈ 0 എഴുതാം. ഇപ്പോൾ നമുക്ക് 27/10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡെസിമലായിട്ട് എഴുതി കൊടുക്കാമല്ലോ. 2.7. ഇതാണ് നമ്മുടെ ആൻസർ. x equals to 2.7. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n/2 minus 3n/4 plus 5n/6 equals to 21. ഇതിലെ വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. ഇവിടെ 2 4 and 6 LCM നോക്കാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 time, 4ൽ 2 2 times, 6ൽ 2 3 times. ഇനി 2 ആയിട്ട് ചെയ്യാം. 1 2ൽ 2 1 time, 3 ഇങ്ങോട്ട് തന്നെ എഴുതാം. അടുത്തതായിട്ട് 3 ആയിട്ട് ചെയ്യാം. 1 1 1. 2 × 2 × 3. 2 × 2 is 4 4 × 3 is 12. അപ്പോൾ ഇതിൻ്റെ LCM 12 ആണ്. ഓരോ ഡിനോമിനേറ്റേഴ്സും 12 ആയി മാറണം. അപ്പോൾ n/2 എഴുതി. 2 12 ആവാനായിട്ട് ഇൻറ്റു 6 ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഇൻറ്റു 6 എന്നാക്കണം. മൈനസ് 3n/4 4 12 ആവാനായിട്ട് ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഇൻറ്റു 3 പ്ലസ് 5n/6 6 12 ആവാനായിട്ട് ഇൻറ്റു 2 ചെയ്യണം.
അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇൻറ്റു 2 എന്ന് കൊടുക്കണം. ഈക്വൽസ് ടു 21. ഇനി നമുക്കെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. n into 6 is 6n by 2 into 6 is 12 minus 3n into 3 is 9n by 4 into 3 is 12 plus 5n into 2 is 10n by 6 into 2 is 12 equals to 21. അടുത്ത സ്റ്റെപ്പിൽ 6n minus 9n plus 10n whole divided by 12 എന്ന് എഴുതാം. എല്ലാ ടേംസിൻ്റെയും ഡിനോമിനേറ്റർ 12 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഈക്വൽസ് ടു 21. 6n minus 9n plus 10n. 6 minus 9 plus 10. 6 minus 9 is -3. -3 plus 10 is 7. അപ്പോൾ നമുക്ക് 7n എന്ന് എഴുതാം. 7n by 12 equals to 21. മനസ്സിലായല്ലോ ചെയ്തത്? ഈ 6ഉം ഈ 9ഉം ഈ 10ഉം ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. 6 minus 9n is -3n plus 10n is 7n. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 7n equals to 21 into 12. n equals to 21 into 12 by 7. ഈ 21ഉം 7ഉം കൂടെ കട്ട് ചെയ്യാം. 21ൽ 7 3 times. 7ൽ 7 1 time. 3 into 12 is 36. n equals to 36 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x plus 7 minus 8x by 3 equals to 17 by 6 minus 5x by 2. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. അപ്പോൾ x minus 8x by 3 minus 5x by 2 ഇങ്ങോട്ട് എഴുതുമ്പോൾ പ്ലസ് 5x by 2 എന്നായി മാറും. ഈക്വൽസ് ടു 17 by 6 പ്ലസ് 7 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 7 എന്നായി മാറും. ഇവിടെ 3ഉം 2ഉം ആണ് ഡിനോമിനേറ്റേഴ്സ് ഉള്ളത്. നമുക്ക് ഇവിടെ അഡീഷനും സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 3ൻ്റെയും 2ൻ്റെയും LCM നോക്കാം. 3 into 2 6 ആണ് LCM അല്ലേ? ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്റർ 6 ആവണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം എടുക്കാം. x ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ ബൈ 1 ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ x by 1 ഡിനോമിനേറ്റർ 6 ആവാനായിട്ട് ഇൻറ്റു 6 എന്ന് ചെയ്യണം. അതുപോലെ തന്നെ ന്യൂമറേറ്ററിലും എഴുതാം. മൈനസ് 8x by 3 6 ആവാനായിട്ട് ഇൻറ്റു 2 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റു 2 കൊടുക്കാം. പ്ലസ് 5x by 2 ഇൻറ്റു 3 കൊടുക്കാം. ഇവിടെയും ഇൻറ്റു 3 ഈക്വൽസ് ടു ഇവിടെ നമുക്ക് 17 by 6 ആണുള്ളത്. ഡിനോമിനേറ്റർ 6 തന്നെയാണ്. മൈനസ് 7 ഇവിടെ ബൈ 1 ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ 1 into 6 എന്ന് കൊടുക്കാം. ഇവിടെയും 6 കൊടുക്കാം. ഇനി എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതാം. x into 6 is 6x by 6 മൈനസ് 8x into 2 is 16x by 6 പ്ലസ് 5x into 3 is 15x by 6 equals to 17 by x minus 7 6 are 42 by 6. ഇനി നമുക്ക് 6x minus 16x plus 15x whole divided by 6 ഇങ്ങനെ എഴുതാലോ. ഈക്വൽസ് ടു 17 minus 42 by 6. അപ്പോൾ 6 minus 16 plus 15. 6 minus 16 is -10 plus 15. -10 plus 15 is 5. 5x by 6 equals to 17 minus 42. 42 minus 17. 2 minus 7 is not possible. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇത് 3 ആയി മാറും. ഇത് 12 ആയി. 12 minus 7 is 5. 3 minus 1 is 2. -25. ഇവിടെ വലുതിൻ്റെ സൈൻ മൈനസ് ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എന്ന് വന്നത്. ബൈ 6. ഈ രണ്ട് ടേമിൻ്റെയും ഡിനോമിനേറ്റർ 6 ആണല്ലോ. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. 5x ഈക്വൽസ് ടു -25 എന്ന് എഴുതാം. x ഈക്വൽസ് ടു -25 by 5. ഈ 25ഉം 5ഉം കട്ട് ചെയ്യാം. 25ൽ 5 5 times, 5ൽ 5 1 time. അപ്പോൾ ഈക്വൽസ് ടു -5 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽസ് ടു -5. ഇതാണ് നമ്മുടെ ആൻസർ.
എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 5/3 ഈക്വൽസ് ടു എക്സ് മൈനസ് 3/5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഈ എക്സിനെയും 5നെയും ഈ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഈക്വൽസ് ടു 3 ഇൻറ്റു അതുപോലെ തന്നെ ഈ എക്സ് മൈനസ് 3യും ബ്രാക്കറ്റിൽ എഴുതാം. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ഈ 5 ആയിട്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു എക്സ് ഈസ് 5x മൈനസ് 5 ഇൻറ്റു 5 ഈസ് 25 ഈക്വൽസ് ടു 3 ഇൻറ്റു എക്സ് ഈസ് 3x മൈനസ് 3 ഇൻറ്റു 3 ഈസ് 9. ഇനി നമുക്ക് വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 5x, ഈ 3x LHSലോട്ട് വരുമ്പോൾ മൈനസ് 3x ആയി മാറും. ഈക്വൽസ് ടു ഇവിടെ -9 ആണുള്ളത്, അത് നമ്മൾ അതുപോലെ തന്നെ എഴുതാം. ഈ -25 ഇങ്ങോട്ട് വരുമ്പോൾ +25 എന്നായി മാറും. 5x മൈനസ് 3x ഈസ് 2x ഈക്വൽസ് ടു -9 + 25. 25ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം. 25 മൈനസ് 9 ഈസ് 16. അപ്പോൾ വലുതിൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് സൈൻ തന്നെ എഴുതാം. ഇനി x ഈക്വൽസ് ടു 16/2 ഈക്വൽസ് ടു 8. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3t മൈനസ് 2/4 മൈനസ് 2t പ്ലസ് 3/3 ഈക്വൽസ് ടു 2/3 മൈനസ് t. ഇനി നമുക്ക് വേരിയബിൾസ് ഉള്ള ടേം എല്ലാം LHSലോട്ട് എഴുതാം. അപ്പോൾ 3t മൈനസ് 2/4 മൈനസ് 2t പ്ലസ് 3/3, ഈ മൈനസ് ടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടി ആയി മാറും. ഈക്വൽസ് ടു 2/3. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ 4ൻ്റെയും 3യുടെയും LCM കൊണ്ട് എല്ലാ ടേംസിനെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 3 ഈസ് 12, അതാണ് LCM. 12 ഇൻറ്റു 3t മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 4 മൈനസ് 12 ഇൻറ്റു 2t പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 12 ഇൻറ്റു t ഈക്വൽസ് ടു 12 ഇൻറ്റു 2/3. ഇവിടെ നമുക്ക് 12ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ്, 4ൽ 4 1 ടൈം. 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. ഇവിടെ 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. 3 ഇൻറ്റു 3t മൈനസ് 2 മൈനസ് 4 ഇൻറ്റു 2t പ്ലസ് 3 പ്ലസ് 12t ഈക്വൽസ് ടു 4 ഇൻറ്റു 2 ഈസ് 8. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3 ഇൻറ്റു 3t ഈസ് 9t മൈനസ് 3 ഇൻറ്റു 2 ഈസ് 6. മൈനസ് 4 ഇൻറ്റു 2t ഈസ് മൈനസ് 8t മൈനസ് 4 ഇൻറ്റു 3 ഈസ് മൈനസ് 12 പ്ലസ് 12t ഈക്വൽസ് ടു 8. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 9t മൈനസ് 8t പ്ലസ് 12t ഈക്വൽസ് ടു 8. മൈനസ് 6 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 6 ആയി മാറും. മൈനസ് 12 RHSലോട്ട് വരുമ്പോൾ പ്ലസ് 12 ആയി മാറും. ഇനി 9t മൈനസ് 8t ഈസ് 1t. 1t പ്ലസ് 12t ഈസ് 13t ഈക്വൽസ് ടു 12 പ്ലസ് 8 ഈസ് 20. 20 പ്ലസ് 6. 8 പ്ലസ് 6 ഈസ് 14. 14 പ്ലസ് 12 ഈസ് 26. 13t ഈക്വൽസ് ടു 26. t ഈക്വൽസ് ടു 26/13. 26ൽ 13 2 ടൈംസ്, 13ൽ 13 1 ടൈം, 2/1 അതായത് 2. അപ്പോൾ t ഈക്വൽസ് ടു 2 എന്നാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. m മൈനസ് 1/2 ഈക്വൽസ് ടു 1 മൈനസ് m മൈനസ് 2/3. വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. m മൈനസ് 1/2, ഈ മൈനസ് m മൈനസ് 2/3 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് m മൈനസ് 2/3 ആയി മാറും. ഈക്വൽസ് ടു 1. ഈ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ LCM കൊണ്ട് ഓരോ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2ൻ്റെയും 3യുടെയും LCM 6 ആണല്ലേ. അപ്പോൾ 6 ഇൻറ്റു m മൈനസ് 6 ഇൻറ്റു m മൈനസ് 1/2 പ്ലസ് 6 ഇൻറ്റു m മൈനസ് 2/3 ഈക്വൽസ് ടു 6 ഇൻറ്റു 1.
6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം, 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. 6 into m is 6m minus 3 into m minus 1 plus 2 into m minus 2 equals to 6. ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം എലിമിനേറ്റഡ് ആയി അല്ലേ? ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാം. 6m minus 3 into m 3m minus 3 into minus 1 is plus 3 plus 2 into m is 2m 2 into minus 2 is minus 4 equals to 6. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 6m minus 3m plus 2m equals to 6. ഈ 3 RHSലോട്ട് പോകുമ്പോൾ -3 ആയി മാറും. ഈ -4 RHSലോട്ട് പോകുമ്പോൾ +4 ആയി മാറും. ഇനി 6m minus 3m is 3m 3m plus 2m is 5m equals to 6 minus 3 is 3 3 plus 4 is 7. ഇനി m equals to 7/5. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിൽ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് LCM കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ LCM കൊണ്ട് ഓരോ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡിലും ചെയ്തു. രണ്ട് മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. സിംപ്ലിഫൈ ആൻഡ് സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 3 into t minus 3 equals to 5 into 2t plus 1. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. 3 into t is 3t minus 3 into 3 is 9 equals to 5 into 2t is 10t plus 5 into 1 is 5. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 3t minus 10t equals to 5 plus 9. 3t minus 10t is negative 7t equals to 5 plus 9 is 14. t equals to 14 by negative 7. നമുക്ക് 14ഉം 7ഉം കൂടെ കട്ട് ചെയ്യാം. 14ൽ 7 2 times, 7ൽ 7 1 time. അപ്പോൾ നമുക്ക് -2/1 എന്ന് കിട്ടി. അതായത് -2 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ t equals to -2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 into y minus 4 minus 2 into y minus 9 plus 5 into y plus 6 equals to 0. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 15 into y is 15y minus 15 into 4 is 60 minus 2 into y is minus 2y minus 2 into minus 9 is plus 18 plus 5 into y is 5y plus 5 into 6 is 30 equals to 0. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലും കോൺസ്റ്റൻസ് എല്ലാം RHSലും എഴുതാം. 15y minus 2y plus 5y equals to ഈ -60 RHSലോട്ട് വരുമ്പോൾ 60 ആവും. പിന്നെ +18 RHSലോട്ട് വരുമ്പോൾ -18 ആവും. +30 RHSലോട്ട് വരുമ്പോൾ -30 ആവും. 15y minus 2y is 13y. 13y plus 5y is 18y equals to 60 minus 18. 60 minus 18. നമുക്ക് 0 - 8 പോസിബിൾ അല്ല. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 5 ആയി, ഇത് 10 ആയി. 10 minus 8 is 2. 5 minus 1 is 4. അപ്പം നമുക്ക് 42 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 42ൽ നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യാം. 2 minus 0 is 2. 4 minus 3 is 1. അപ്പോൾ നമുക്ക് 18y equals to 12 എന്ന് കിട്ടിയിട്ടുണ്ട്. y equals to 12/18. 12ൽ 2 6 times, 18ൽ 2 9 times. ഇപ്പോൾ 6/9 ആയിട്ടുണ്ട്. ഇത് 3 ആയിട്ട് കട്ട് ചെയ്യാം. 6ൽ 3 2 times, 9ൽ 3 3 times. നമ്മുടെ ആൻസർ 2/3 എന്നാണ്. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഈസിയാണ് അല്ലേ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 × 5z മൈനസ് 7 മൈനസ് 2 × 9z മൈനസ് 11 ഈക്വൽസ് ടു 4 × 8z മൈനസ് 13 മൈനസ് 17. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3 × 5 ഈസ് 15. 15z minus 3 × 7 is 21. Minus 2 × 9z is minus 18z. Minus 2 × minus 11 is plus 22 equals to 4 × 8z is 32z minus 4 × 13. 13 × 4 ഒന്ന് ചെയ്ത് നോക്കാം. 3 × 4 is 12. 2 here 1 up. 1 × 4 is 4. 4 plus 1 is 5. 52 മൈനസ് 17. ഇനി വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 15z മൈനസ് 18z മൈനസ് 32z ഈക്വൽസ് ടു മൈനസ് 52 മൈനസ് 17. ഈ മൈനസ് 21 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 21 ആയി മാറും. പിന്നെ പ്ലസ് 22 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 22 ആയി മാറും. 15z മൈനസ് 18z മൈനസ് 32z. ആദ്യം നമുക്ക് 15 മൈനസ് 18 മൈനസ് 32 നോക്കാം. 15 മൈനസ് 18 ഈസ് മൈനസ് 3 മൈനസ് 32 ഈക്വൽസ് ടു മൈനസ് 35. അപ്പോൾ നമുക്ക് മൈനസ് 35z എന്ന് എഴുതാം. ഈക്വൽസ് ടു നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ഒന്നെടുത്ത് ആഡ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ നെഗറ്റീവ് 52, നെഗറ്റീവ് 17, നെഗറ്റീവ് 22 എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 2 + 7 is 9. 9 + 2 is 11. 1 here 1 up. 1 + 5 is 6. 6 + 1 is 7. 7 + 2 is 9. അപ്പോൾ നമുക്ക് നെഗറ്റീവ് 91 എന്ന് കിട്ടി. നെഗറ്റീവ് 91 ഇവിടെ ഒരു പ്ലസ് 21 ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നെഗറ്റീവ് 91 പ്ലസ് 21 സബ്ട്രാക്ഷൻ ആണല്ലോ ഇവിടെ വരുന്നത്. 1 - 1 is 0. 9 - 2 is 7. വലിയ നമ്പറിൻ്റെ കൂടെ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ നെഗറ്റീവ് 70 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഭാഗത്തും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ക്യാൻസലായി പോവും. അപ്പോൾ 35z ഈക്വൽസ് ടു 70 എന്നാവും. z ഈക്വൽസ് ടു 70/35. 5 ആയിട്ട് കട്ട് ചെയ്യാലോ. 7ൽ 5 1 ടൈം, 2 ബാലൻസ്. 20ൽ 5 4 ടൈംസ്. 35ൽ 5 7 ടൈംസ്. അപ്പോൾ നമുക്ക് 14/7 എന്ന് കിട്ടും. 14ൽ 7 2 ടൈംസ്. 7ൽ 7 1 ടൈം. 2/1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് 2 ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ z ഈക്വൽസ് ടു 2 എന്നാണ്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 0.25 × 4f - 3 ഈക്വൽസ് ടു 0.05 × 10f - 9. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം. 0.25 × 4f മൈനസ് 0.25 × 3 ഈക്വൽസ് ടു 0.05 × 10f 0.05 × 9. 0.25 × 4f. 25 × 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. നമുക്ക് 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുന്നു നമ്മൾ. 1 2 ഇവിടെ കൊടുക്കാം ഡെസിമൽ. എന്നിട്ട് വേരിയബിൾ എഫും എഴുതി. ഇനി മൈനസ് 0.25 × 3. 25 × 3 ഈസ് 75. 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. ഈക്വൽസ് ടു 0.05 × 10f. 5 × 10 ഈസ് 50. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് 0.50 എന്ന് എഴുതാം അല്ലേ. പിന്നെ വേരിയബിൾ എഫും കൊടുക്കാം. മൈനസ് 0.05 × 9. 5 × 9 ഈസ് 45. 2 ഡെസിമൽ പ്ലേസും കൊടുക്കാം. 1.00f എന്ന് വെച്ചാൽ 1f തന്നെ. മൈനസ് 0.75 ഈക്വൽസ് ടു 0.50f എന്ന് വെച്ചാൽ 0.5f മൈനസ് 0.45. ഇനി നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. 1f മൈനസ് 0.5f ഈക്വൽസ് ടു മൈനസ് 0.45 പ്ലസ്
ഈ -0.75 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി അല്ലേ. അപ്പോൾ 0.75 1f മൈനസ് 0.5f. 1ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യാം. 0 - 5 ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇത് 10 ആവും. ഇവിടെ 0 ആയി. 10 - 5 ഈസ് 5. 0 - 0 ഈസ് 0. അപ്പോൾ നമുക്കിവിടെ 0.5f ഈക്വൽസ് ടു -0.45 പ്ലസ് 0.75. അപ്പോൾ 0.75ൽ നിന്ന് 0.45 സബ്ട്രാക്ട് ചെയ്യണം. 0.75 മൈനസ് 0.45. 5 - 5 is 0. 7 - 4 is 3. 0.30. ഇനി നമുക്ക് f ഈക്വൽസ് ടു 0.30 ബൈ 0.5. 0.30 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 0.3 ബൈ 0.5 തന്നെയാണ്. 0.3 ബൈ 0.5 എന്നത് നമുക്ക് ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ 3/5 എന്ന് കിട്ടും. f ഈക്വൽസ് ടു 3/5. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസ് സൊല്യൂഷൻസും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കണം കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്ററായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.